ദൈവം നമ്മുടെ പിതാവാണെന്നും പിശാച് കാൽവറിയിൽ തോൽപ്പിക്കപ്പെട്ടു എന്നുള്ള സത്യത്തിനപ്പുറത്ത് പുതിയ നിയമത്തിലെ പ്രധാനപ്പെട്ട മറ്റ് എന്ത് കാര്യമാണ്? അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ കാണുന്ന ഈ കാര്യമാണ്. 2 കൊരിന്ത്യർ 3-ാം അധ്യായം എബ്രായ ലേഖനം 8-ാം അധ്യായം ഒരുപോലെയാണ്. ഈ 2 അധ്യായങ്ങളാണ് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എടുത്ത് പറയുന്നത്. പ്രത്യേകിച്ച് 2 കൊരിന്ത്യർ 3-ാം അധ്യായം. ഇവിടെ കാണുന്ന ഒരു കാര്യം 6-ാം വാക്യത്തിൽ പഴയ നിയമം അതിൻ്റെ അക്ഷരങ്ങൾ കൊല്ലുന്നതായിരുന്നു, എന്നാൽ പുതിയ നിയമത്തിൻ്റെ ആത്മാവ് അത് ജീവിപ്പിക്കുന്നതാണ്. അതിനർത്ഥം ഇതല്ല പഴയ നിയമത്തിൻ്റെ ശുശ്രൂഷ തേജസ് ഇല്ലായിരുന്നു എന്ന്. 7-ാം വാക്യത്തിൽ ആ മരണത്തിൻ്റെ ശുശ്രൂഷയും മഹത്വമുള്ളതായിരുന്നു. കാരണം മോശയുടെ മുഖത്തൊരു തേജസ് ഉണ്ടായിരുന്നു, എന്നാൽ ആ തേജസ് നീങ്ങിപ്പോകുന്ന ഒരു തേജസ്സായിരുന്നു. പഴയ നിയമത്തിലൂടെ നിങ്ങൾക്ക് മഹത്വകരമായ ജീവിതത്തിലേക്ക് വരാൻ കഴിയും, എന്നാൽ കുറേശ്ശെയായിട്ട് ആ തേജസ് മങ്ങിപ്പോകും. നിങ്ങളുടെ ജീവിതത്തിൽ അത് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് വളരെ ഉത്സാഹം ഉണ്ടായിരുന്നു, എന്നാൽ കുറേശ്ശെയായിട്ട് അത് മങ്ങിപ്പോയി, പിന്നെ അത് കുറഞ്ഞു വന്നു. അതാണ് പഴയ നിയമ ജീവിതം. അങ്ങനെയാണോ നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങൾ ചിന്തിക്കുന്നു ഇതാണ് പുതിയ നിയമമെന്ന്, എന്നാൽ അതല്ല സത്യം. പഴയ നിയമത്തിലെ ജീവിതം 7-ാം വാക്യത്തിൽ പറയുന്ന പോലെ കുറഞ്ഞു വരുന്നതാണ്. പുതിയ നിയമ ജീവിതം അതിന് നേരെ വിരുദ്ധമായ കാര്യമാണ്. 18-ാം വാക്യത്തിൽ വായിക്കുന്നു, ആ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപോലെ നിൽക്കുന്ന ഒന്നല്ല, അത് വർദ്ധിച്ചു വരും. ഈ തേജസ് നിങ്ങളുടെ ജീവിതത്തിൽ കുറഞ്ഞ് വന്നുകൊണ്ടിരുന്നാൽ നിങ്ങൾ അപ്പോൾ തന്നെ നിങ്ങളോട് പറയണം, നിങ്ങളുടെ ബുദ്ധിയിൽ നിങ്ങൾ എന്തൊക്കെ വിശ്വസിച്ചോ എന്തൊക്കെ മനസ്സിലാക്കിയോ ഞാൻ പഴയ നിയമത്തിനടിയിലാണെന്ന് പറയണം. കുറച്ചു കാലം മുമ്പ് നിങ്ങൾ അങ്ങനെ അല്ലായിരിക്കാം, എന്നാൽ നിങ്ങൾ തിരിഞ്ഞ് പഴയ നിയമത്തിലേക്ക് പോയി. നിങ്ങൾ ഒരേ നിലയിൽ നിൽക്കുകയാണെങ്കിലും നിങ്ങൾ പഴയ നിയമത്തിൻ്റെ അടിയിലാണ്. ഓ ശരി, നിങ്ങൾ പറയാണ് 1 കൊല്ലം മുമ്പ് ഞാൻ അങ്ങനെ ആയിരുന്നു, അങ്ങനെ തന്നെയാണ് നിങ്ങൾ ഇന്നും പഴയ നിയമത്തിൽ തന്നെയാണ്. നിശ്ചയമാണ്, ഒരു സംശയവുമില്ല. നിങ്ങൾ സത്യസന്ധരായി അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ അടുത്ത 20 കൊല്ലം കഴിഞ്ഞാലും നിങ്ങൾ അവിടെ തന്നെ ആയിരിക്കും. എന്നാൽ നിങ്ങൾ അതിനെ അഭിമുഖീകരിക്കുന്നെങ്കിൽ പുരോഗതിയില്ലാത്ത ജീവിതം പഴയ നിയമം തന്നെയാണ്. പുതിയ നിയമ ജീവിതത്തെക്കുറിച്ച് 18-ാം വാക്യത്തിൽ വിവരിക്കുന്നുണ്ട്. കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടിയിൽ എന്ന പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് എപ്പോഴാത് അവസാനിക്കുന്നു? കർത്താവിൻ്റെ തേജസ്സിൽ എത്തുന്നത് വരെ. അതിനു മുമ്പ് നാം അത് നിർത്തുന്നില്ല. പഴയ നിയമത്തിലാണോ പുതിയ നിയമത്തിലാണോ നാം ജീവിക്കുന്നതെന്ന് അറിയാനുള്ള മറ്റൊരു വഴിയാണിത്. CFCയിലാണ്, പുതിയ നിയമ സഭയിലാണെന്ന് പറഞ്ഞ് അനേക വർഷങ്ങളായിട്ട് ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ പലരും ഒരുപക്ഷെ ജീവിക്കുന്ന പഴയ നിയമത്തിലായിരിക്കും. പുതിയ നിയമ സഭയിലാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അങ്ങനെ തന്നെ ജീവിക്കാനാണ് പിശാച് ആഗ്രഹിക്കുന്നത്. ഒരു പേര് വിശ്വസിച്ചുകൊണ്ടിരിക്കരുത്, അല്ലെങ്കിൽ ഒരു ആചാരത്തിൽ. നിങ്ങളുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യത്തിലേക്ക് നോക്കുക. പൂർണ്ണ ഹൃദയമുള്ളവർക്ക് പഴയ നിയമസഭയിലും പുതിയ നിയമ വിശ്വാസിയായിരിക്കാൻ കഴിയും. അതേപോലെ പുതിയ നിയമസഭയിലിരുന്ന് നിങ്ങൾക്കൊരു പഴയ നിയമ വിശ്വാസിയായിരിക്കാൻ കഴിയും. കാരണം ദൈവവചനത്തിൻ്റെ സത്യങ്ങളാൽ നിങ്ങൾ പിടിക്കപ്പെട്ടവനല്ല. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചുകൊണ്ട്. 1 യോഹന്നാൻ 3-ാം അധ്യായം. 1 യോഹന്നാൻ 3-ാം അധ്യായം. ഇവിടെ പറയുന്നത് യേശു വരുമ്പം എന്ത് സംഭവിക്കുമെന്നാണ്. മിക്ക ആളുകൾക്കും ഇത് മനസ്സിലായിട്ടില്ല. നിങ്ങൾ പോയി ഒരു ക്രിസ്ത്യാനിയോട്, മിക്ക ക്രിസ്ത്യാനികളോടും എന്നെ വിശ്വാസങ്ങൾ നിങ്ങൾ തന്നെ ചോദിക്കൂ, സഹോദര അല്ലെങ്കിൽ സഹോദരി, നിന്റെ പ്രത്യാശ എന്താണ്? യേശു മടങ്ങി വരുമ്പം നിന്റെ പ്രത്യാശ എന്താണ്? കർത്താവ് മടങ്ങി വരുമ്പം ഞാൻ അവനെ മുഖാമുഖം കാണും. വേറെന്തെങ്കിലും ഉണ്ടോ? ഞാൻ എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കും, അത്രയേ ഉള്ളൂ. അവിടെ ദുഃഖവും നിലവിളിയില്ല, അത്രയേ ഉള്ളൂ. എന്നോട് ക്ഷമിക്കണം, ദൈവവചനം പറയുന്ന അങ്ങനെയല്ല. ദൈവവചനം പറയുന്നത് 2 കാര്യങ്ങളാണ്. സ്വർഗത്തിൽ പോകുന്നതിനെ പറ്റി അവിടെ പറയുന്നില്ല. കൊട്ടാരങ്ങളെക്കുറിച്ചോ കിരീടങ്ങളെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല. അതേപ്പറ്റി ഒരു കാര്യവും പറയുന്നില്ല. കൊട്ടാരങ്ങളും കിരീടങ്ങളുമാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ നിങ്ങൾ പഴയ നിയമത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. ശിഷ്യന്മാർ താഴ്ന്ന നിലവാരത്തിൽ ജീവിച്ചപ്പോൾ യോഹന്നാൻ 14 യേശു അത് പറയുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു, കൊട്ടാരവും കിരീടവും ഒക്കെ ഉണ്ട്. എഫേസ്യ ലേഖനത്തിലും കൊലോസ്യ ലേഖനത്തിലും നിങ്ങളതേപ്പറ്റി കാണുന്നുണ്ടോ? യേശു ലോകത്തിൻ്റെ ചിത്രങ്ങൾ കാണിച്ച് അവരോട് സംസാരിക്കുകയായിരുന്നു. അവർക്ക് മനസ്സിലാക്കാനായിട്ട് ഈ ലോകപ്രകാരമുള്ള ചിത്രങ്ങൾ ചിലത് അവർ കാണിച്ചു കൊടുക്കുമായിരുന്നു. നരകത്തിലെ തീ, ആക്ഷരികമായിട്ട് നരകത്തിൽ തീയില്ല, അത് ഞാൻ നിങ്ങളോട് പറയാം. അത് നിത്യമായിട്ട് ദൈവത്താൽ തിരസ്കരിക്കപ്പെട്ടൊരു ഇടമാണ്. അത് തീയേക്കാളും പുഴുവിനേക്കാളും ഒക്കെ വളരെ ഭയാനകമാണ്. പഴയ നിയമത്തിൽ ജീവിച്ചവർക്ക് മനസ്സിലാക്കാനായിട്ട് ദൈവം കാണിച്ച ചില ചിത്രങ്ങളാണത്. ഇവിടെ 1 യോഹന്നാൻ 3 നമ്മുടെ പ്രത്യാശ എന്താണെന്ന് പറയുന്നുണ്ട്. 2-ാം വാക്യത്തിൽ നാം അവനെ കാണും, അവനോട് സദൃശന്മാരാകും. അതാണ് ഒന്നാമത്തെ കാര്യം. നാം അവനെ കാണുന്നതുകൊണ്ട് അവനോട് സദൃശന്മാരാകും. എന്താണ് നമ്മുടെ പ്രത്യാശ?
ഞാൻ അവനെ കാണുമെന്ന് മാത്രമല്ല, ഞാൻ അവനെ കാണുകയും അവനോട് സദൃശനാകുകയും ചെയ്യും. ഇത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക. നിങ്ങൾക്ക് ശരിയായ അർത്ഥം മനസ്സിലാക്കണം. അതിനർത്ഥം നിങ്ങളത് അന്വേഷിക്കുമെന്നല്ല. ഇത് നിങ്ങളുടെ യഥാർത്ഥ ആഗ്രഹമാണെങ്കിൽ അടുത്ത കാര്യം എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തും. ഈ രണ്ട് പ്രത്യാശയും നിങ്ങൾക്കുണ്ടെങ്കിൽ, ഞാൻ പറയട്ടെ, മിക്ക ക്രിസ്ത്യാനികൾക്കും ഈ രണ്ട് പ്രത്യാശയുമില്ല. അവരുടെ ഒരേ പ്രത്യാശ കർത്താവ് മടങ്ങി വരുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സാക്ഷി ശുദ്ധമായി സൂക്ഷിക്കും. എല്ലാവരോടും ഞാൻ ക്ഷമിക്കും. ഞാൻ ക്ഷമ ചോദിക്കും. അത്രയേ ഉള്ളൂ. അല്ല, ഇത് രണ്ടും പ്രത്യാശിക്കുന്ന എല്ലാവരും ക്രിസ്തുവിൻ്റെ നിർമ്മലതയിൽ എത്തുവോളം അവർ തങ്ങളെ തന്നെ നിർമ്മലീകരിച്ചു കൊണ്ടേയിരിക്കും. 1 യോഹന്നാൻ 3:3. നിങ്ങളിത് ചെയ്യുന്നില്ലെങ്കിൽ ഈ പ്രത്യാശ നിങ്ങൾക്കില്ല. വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ സന്തോഷിപ്പിക്കാനായിട്ട് ചില കാര്യം പറഞ്ഞ് ദൈവം നിങ്ങൾക്ക് വെച്ചിരിക്കുന്നു. ആ കാര്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ വിളിച്ചിരിക്കുന്ന ഉന്നതമായ വിളിയിൽ നിന്ന് നിങ്ങൾ തെന്നിപ്പോരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് നിങ്ങൾക്ക് നഷ്ടപ്പെടരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ശക്തമായിട്ട് സംസാരിക്കാനായിട്ട് ഞാൻ മടിക്കാത്തത്. ഞാൻ സ്നേഹത്തിൽ നിങ്ങളോട് സത്യം സംസാരിക്കുകയാണ്. ഈ പ്രത്യാശയുള്ള ഏവനും തന്നെ തന്നെ നിർമ്മലീകരിച്ചു കൊണ്ടിരിക്കും. എങ്ങനെ എനിക്ക് എന്നെ നിർമ്മലീകരിക്കാൻ കഴിയും? നാം അത് 2 കൊരിന്ത്യർ 3 കാണുന്നുണ്ട്. 18-ാം വാക്യത്തിലാണത്. യേശുവിൻ്റെ തേജസ് കാണിച്ചു തരാൻ പരിശുദ്ധാത്മാവിനെ ഞാൻ അനുവദിക്കണം. ഒരു കണ്ണാടിയിലൂടെ. ഈ കണ്ണാടി ദൈവവചനമാണെന്ന് യാക്കോബ് 1:22 മുതൽ 25 വരെ നാം വായിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ഒരു കണ്ണാടിയാണ്. ആ കണ്ണാടിയിൽ ഞാൻ നോക്കുമ്പോൾ ഒരു പ്രസംഗം പറയാനാണ് അനേകരും ദൈവവചനമാകുന്ന ഈ കണ്ണാടിയെ നോക്കുന്നത്. ഈ സ്വാർത്ഥരായിട്ടുള്ള പ്രസംഗകരെ അവർക്ക് മാനം കിട്ടാൻ വേണ്ടിയാണ് ഇതിലൊരു സന്ദേശം തപ്പുന്നത്. അവർ യൂട്യൂബ് കേൾക്കും, മറ്റ് പല പ്രസംഗങ്ങളും കേൾക്കും, ബുക്കുകൾ വായിക്കും. അങ്ങനെ സന്ദേശം എന്തിനു വേണ്ടിയാണത്? അത് ആളുകളെ യേശുവിലേക്ക് നടത്താനല്ല, തങ്ങളുടെ തന്നെ മഹത്വത്തിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് മനസ്സിലായ ഞാൻ എന്തൊരു വലിയ പ്രസംഗകനാണെന്ന്? ഞാൻ അവരെ വിധിക്കുന്നില്ല. ഞാനും ഒരു കാലത്ത് അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ പ്രസംഗം തുടങ്ങിയ സമയത്ത് ആളുകൾ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുമെന്ന് എനിക്ക് ചിന്തയുണ്ടായിരുന്നു. അവരിൽ മതിപ്പുളവാക്കാൻ കഴിയുമോ? വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാനത് വിട്ടുകളഞ്ഞു. ഞാൻ പറയട്ടെ, ഞാൻ 10ാം ക്ലാസ്സിലല്ല പഠിത്തം തുടങ്ങിയത്. ഞാൻ നഴ്സറിയിൽ നിന്നാണ് പഠിക്കാൻ തുടങ്ങിയത്. നമ്മളെല്ലാവരും നമുക്ക് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ABCD അറിയത്തില്ലായിരുന്നു. എന്നാൽ നാം എന്നും അവിടെ തന്നെ ആയിരിക്കരുത്. ക്രിസ്ത്യ ജീവിതത്തിൽ 4-5 വർഷം കഴിഞ്ഞ ശേഷവും നിങ്ങൾ മാനം അന്വേഷിച്ചുകൊണ്ടിരിക്കരുത്. സഹോദര, നഴ്സറിയിൽ നിന്ന് നിനക്ക് മുന്നോട്ട് പോകണ്ടേ? ഞാനതിൽ നിന്ന് പുറത്തു വന്നു. അതുകൊണ്ട് ദൈവവചനമാകുന്ന ഈ കണ്ണാടിയിൽ നമ്മൾ നോക്കുമ്പോൾ അതൊരു ഉപദേശം ലഭിക്കാൻ വേണ്ടി പോലും ആയിരിക്കരുത്. യേശു ക്രിസ്തുവിൻ്റെ തേജസ് കാണുവാൻ വേണ്ടി ആയിരിക്കണം. നിങ്ങളത് കണ്ടിട്ടുണ്ടോ? നമ്മുടെ മുഖത്തു നിന്ന് ആ മൂടുപടം മാറിയിട്ട്, ഈ മൂടുപടം കാരണമായിരുന്നു പഴയ നിയമത്തിലുള്ളവർക്ക് ദൈവത്തിൻ്റെ തേജസ് കാണാൻ കഴിയാതിരുന്നു. നാം ദൈവവചനത്തിലൂടെ യേശുവിൻ്റെ തേജസ് കാണണം. പരിശുദ്ധാത്മാവ് അത് കാണിക്കും. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് അവർക്ക് ന്യായപ്രമാണമാണ് കാണിച്ചത്. നീ കൊല്ലരുത്, നീ വ്യഭിചാരം ചെയ്യരുത്, നീ വിഗ്രഹങ്ങളെ ആരാധിക്കരുത്, ശബത്ത് ആചരിക്കണം, ദശാംശം കൊടുക്കണം. ഇന്നും ആളുകൾ ഇത് തന്നെയാണ് പറയുന്നത്. എന്നാൽ ഇന്ന് എനിക്ക് ആ പ്രമാണങ്ങളുടെ ആവശ്യമില്ല. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. കാരണം ഞാൻ യേശുവിനെ കാണുന്നു എപ്പോഴും എൻ്റെ മുമ്പിൽ. എങ്ങനെ എനിക്ക് വ്യഭിചാരം കഴിയും? വ്യഭിചാരം ചെയ്യുന്ന വിട്ടുകളെ ഒരു സ്ത്രീയെ മോഹിക്കാൻ എനിക്ക് എങ്ങനെ കഴിയും? ഞാൻ എൻ്റെ ഭാര്യയോട് സംസാരിക്കും. കർത്താവ് എൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പം എങ്ങനെ എനിക്ക് എൻ്റെ ഭാര്യയോട് കോപിക്കാൻ കഴിയും? നിനക്ക് നിൻ്റെ ഭാര്യയ്ക്ക് മുമ്പിൽ യേശു നിൽക്കുമ്പോൾ നിനക്കതിന് കഴിയില്ല. ഒരു സഹോദരൻ നിൻ്റെ മുമ്പിൽ നിന്ന് നിനക്ക് നിൻ്റെ ഭാര്യയോട് കോപിക്കാൻ കഴിയുമോ? എന്തുകൊണ്ടാണ് നമ്മൾ അസ്വസ്ഥപ്പെടുകയും കോപിക്കുകയും ചെയ്യുന്നത്? ഞാൻ പറയാൻ അതിന് കാരണം യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാത്തതുകൊണ്ടാണ്. അവൻ്റെ മഹത്വം നാം കാണാത്തതുകൊണ്ടാണ്. ഇത് പുതിയ നിയമത്തിൻ്റെ മഹത്തരമായൊരു കാര്യമാണ്. യേശുവിൻ്റെ തേജസ് ഇന്ന് എനിക്ക് എപ്പോഴും എൻ്റെ മുന്നിൽ കാണാൻ കഴിയും. നാം അനേക നാൾ അന്ധരായി ജീവിച്ചുകൊണ്ട് അവിടെ എത്താൻ നമുക്ക് സമയമെടുക്കുമായിരിക്കും. യേശു ഒരു കുരുടനെ തൊട്ടതുപോലെ ഒരുപക്ഷെ രണ്ടാമതും നമുക്കൊരു തൊടൽ ആവശ്യമായിരിക്കാം. കാരണം വൃക്ഷവും മനുഷ്യനും തമ്മിൽ അവന് തിരിച്ചറിയാനായിട്ട് കഴിയുമായിരുന്നില്ല. അത് ശരിയാണ്. നാം എന്താണ് ഉപയോഗിക്കേണ്ടത്, എന്താണ് സ്നേഹിക്കേണ്ടത്, ഇത് തമ്മിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലായിരിക്കാം. ദൈവം വസ്തുക്കളെ നമുക്ക് ഉപയോഗിക്കാനും അതുപോലെ തന്നെ മനുഷ്യനെ സ്നേഹിക്കാനുമാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ പിശാച് അതിനെ എല്ലാം തലതിരിച്ചു. ഇപ്പം മനുഷ്യനെ ഉപയോഗിക്കുകയും വസ്തുക്കളെ സ്നേഹിക്കുകയും ചെയ്യുന്നു. നിങ്ങളത് കണ്ടോ? നിങ്ങൾ വസ്തുക്കളെ സ്നേഹിക്കുകയാണോ? പണത്തെയും ലോകത്തിലുള്ള കാര്യത്തെയും സ്നേഹിക്കുന്നു. മനുഷ്യനെ നമ്മൾ ഉപയോഗിക്കുന്നു. എല്ലാം തലതിരിഞ്ഞു. മനുഷ്യനെയും വൃക്ഷത്തെയും തിരിച്ചറിയാൻ കഴിയുന്ന രണ്ടാമത്തെ ഒരു സ്പർശനം നമുക്ക് ആവശ്യമാണ്. ഇതുപോലെ അനേക കാര്യങ്ങൾ നമ്മൾ കാണുന്നില്ല. അതിന് നമ്മൾ യേശുവിനെ കാണണം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് വന്ന് വചനത്തിലുള്ള യേശുവിനെ എനിക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരണം. ദൈവവചനം വായിക്കുന്നത് എനിക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു. ഇതുപോലെ ദൈവവചനം വായിക്കാൻ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു.
വചനത്തിലെ കഥകൾ പഠിക്കാനല്ല നിങ്ങൾ വായിക്കേണ്ടത്. അത് സൺഡേ സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് ശരിയാണ്. മറിച്ച് യേശുവിൻ്റെ തേജസ് എന്താണെന്ന് കാണാനായിരിക്കണം. ഉദാഹരണത്തിന് ഈ കൊച്ചു കാര്യം, ആ കൊടുങ്കാറ്റടിക്കുമ്പോൾ യേശു ഉറങ്ങിയ ആ കാര്യം, അതിൽ നിന്ന് ഞാൻ പല കാര്യങ്ങളും പഠിച്ചു. ഒന്നാമത് അവനൊരു തലവണ വെച്ചാണ് ഉറങ്ങിയത്. അവൻ്റെ മനോഭാവം ഇതല്ലായിരുന്നു, എനിക്ക് തലവണ ആവശ്യമില്ല, ഈ പരിപരുത്ത തലത്തിൽ ഞാൻ തല വെച്ച് ഉറങ്ങിക്കോളാം. സൗകര്യപ്രദമായ ഒരു തലവണ വെച്ച് ഉറങ്ങുന്നതിന് അവനൊരു പ്രയാസവും ഇല്ലായിരുന്നു. യേശു ഒരു സന്യാസിയായിരുന്നില്ല. അതാണ് ഞാൻ അവിടെ കാണുന്നത്. മറ്റൊരു കാര്യം, തൻ്റെ ചുറ്റും കൊടുങ്കാറ്റടിക്കുമ്പോഴും അവൻ അസ്വസ്ഥനായിരുന്നില്ല. അവനായിട്ട് കരുതുന്ന ഒരു പിതാവ് അവന് സ്വർഗത്തിലുണ്ടായിരുന്നു. നാം അറിയേണ്ട എത്ര വലിയൊരു സത്യമാണത്. തക്ക സമയത്ത് തൻ്റെ പിതാവ് ആ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി. ഇങ്ങനെയാണ് യേശുവിൻ്റെ മഹത്വം ഞാൻ വചനത്തിൽ കണ്ടെത്തുന്നത്. മറ്റൊരു സമയത്ത് അവന് മറ്റുള്ളവരോടുണ്ടായിരുന്ന കരുണ. പല ദിവസങ്ങളായിട്ട് തൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നവരോട്, അവരോട് പണം വാങ്ങാതെ അവർക്ക് ഭക്ഷണം കൊടുത്ത ഒരു യേശു, ഒരിക്കലും ആരും തൊടാഞ്ഞ ആ കുഷ്ഠരോഗികളോട് യേശുവിനുണ്ടായിരുന്ന ആ കാരുണ്യം, അവരെ ആരും തൊടുമായിരുന്നില്ല. അവൻ്റെ ആ കാരുണ്യം അത് കാണുമ്പോൾ ഞാൻ കർത്താവിനോട് പറയും, കർത്താവേ, ഇതാ എനിക്ക് കാണണ്ടേ അങ്ങ് ചെയ്ത അത്ഭുതത്തിനപ്പുറത്ത്. അങ്ങയുടെ ആ കാരുണ്യം എനിക്ക് കിട്ടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കാനുള്ള കഴിവല്ല. നിങ്ങൾക്ക് കർത്താവിനോട് അങ്ങനെ പറയാമോ? ഞാൻ പറയും, കർത്താവേ, എനിക്ക് കുഷ്ഠരോഗിയെ സൗഖ്യമാക്കാനുള്ള വരമല്ല, നിൻ്റെ ആ കാരുണ്യമാണ് എനിക്ക് വേണ്ടിയത്. അങ്ങയുടെ ഇഷ്ടം പോലെ ആരിലൂടെ ഇവരെ സൗഖ്യമാക്കിയാലും. ദൈവവചനത്തിൽ കാണുന്ന ചില ഉദാഹരണങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ യേശു പ്രസംഗിച്ചതിന് ശേഷം എല്ലാവരും അവരുടെ ഭവനത്തിലേക്ക് പോയി. യേശു തനിയെ യെരൂശലേമിലിരിക്കുകയാണ്. ഉറങ്ങാനായിട്ട് യേശു ഒലിവുമലയിലേക്ക് പോയി. പിറ്റേ ദിവസം വന്ന് തുടർന്നും പ്രസംഗിച്ചു. അവനെ ഒട്ടും അസ്വസ്ഥപ്പെടുത്തിയില്ല. ആളുകൾ അവനോട്, കർത്താവേ, കഴിഞ്ഞ രാത്രി നീ എവിടെ ഇറങ്ങുമെന്ന് ചോദിക്കാഞ്ഞതുകൊണ്ട് അതേപ്പറ്റി ഒന്നും സൂചിപ്പിച്ചില്ല. കർത്താവേ, മനുഷ്യൻ പൂർണ്ണമായിട്ടും എന്നെ തിരസ്കരിക്കുമ്പോഴും ഒട്ടും അതെന്നെ അസ്വസ്ഥപ്പെടുത്തരുതേ കർത്താവേ. എൻ്റെ എന്തെങ്കിലും ഒരു ഭൗതിക ആവശ്യത്തിന് എനിക്കതേപ്പറ്റി ചിന്തിക്കുകയേ വേണ്ട, കാരണം സ്വർഗത്തിൽ എനിക്ക് പിതാവുണ്ട്. അവൻ എപ്പോഴും എനിക്കായിട്ട് കരുതുന്നു. യേശുവിൻ്റെ മഹത്വം കാണാൻ കഴിയുന്ന ചെറിയ കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ആളുകൾ അവനെ ബേൽസബേൽ എന്ന്, ഭൂതങ്ങളുടെ തലവനെന്ന് വിളിച്ചപ്പോഴും അവൻ പറഞ്ഞു, നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ യേശുവിൻ്റെ തേജസ് കാണുന്നത്. സുവിശേഷത്തിലെ കഥകൾ നമ്മൾ പഠിക്കുകയല്ല, ഇതുപോലെയുള്ള ധാരാളം ഉദാഹരണങ്ങളുണ്ട്. മത്തായി 4 മുതൽ നമുക്ക് അനേക പ്രാവശ്യം അത് കാണാനായിട്ട് കഴിയും. യേശുവിൻ്റെ മഹത്വം കാണിക്കുന്ന അനേക കാര്യങ്ങൾ. നിങ്ങൾ വിശന്നിരിക്കുമ്പോൾ നിങ്ങൾ പറയുക, കർത്താവേ, അവിടുത്തെ വചനം കൊണ്ട് എനിക്ക് ജീവിക്കണം. അപ്പം കൊണ്ട് മാത്രമല്ല, ഇതുപോലുള്ള കൊച്ചു കാര്യങ്ങൾ. ഇതിൻ്റെ രഹസ്യം ഇതാണ്. മൂടുപടം മാറ്റിയെങ്കിലേ യേശുവിനെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. എന്താണ് മൂടുപടം കൊണ്ടുവരുന്നത്? ഞാൻ കാണുന്ന പ്രധാന കാര്യം കളങ്കപ്പെട്ട ഒരു മനസ്സാക്ഷിയാണ്. ശുദ്ധ മനസ്സാക്ഷിയില്ലെങ്കിൽ എനിക്ക് കർത്താവിനെ കാണാൻ കഴിയില്ല. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോസ്തലനായ പൗലോസ് എന്താണ് പറയുന്നത്? അവൻ്റെ ജീവിതത്തിൽ ഒരു വലിയ രഹസ്യമായിരുന്നു ഇത്. അപ്പോസ്തല പ്രവൃത്തി 24-ാമത്തെ അധ്യായം. പഴയ നിയമത്തിൽ ഇത് സാധ്യമല്ലായിരുന്നു. ദൈവത്തിൻ്റെ ആ നിലവാരത്തിൽ അപ്പോസ്തല പ്രവൃത്തി 23 ഞാൻ ആദ്യം കാണിക്കാം. അതിൻ്റെ 1-ാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, ഞാൻ ഇന്നേ ദിവസത്തോളം കേവലം നല്ല മനസ്സാക്ഷിയോടുകൂടെ ദൈവത്തിന് മുമ്പാകെ നടന്നിരിക്കുന്നു. അതിനർത്ഥം പഴയ നിയമത്തിൽ ഒരു യഹൂദനായി താനൊരു ശിശു ആയിരുന്നപ്പോൾ മുതൽ അവൻ നല്ല മനസ്സാക്ഷിയോടാണ് ജീവിച്ചത്. അതിനർത്ഥം എന്താ? അവൻ 10 കൽപ്പന ആചരിച്ചു. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 24-16 അവൻ അതിനെ ഉയർത്തി. അവൻ പുതിയ നിയമത്തെക്കുറിച്ചല്ല പറയുന്നത്. എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത ഒരു മനസ്സാക്ഷി എല്ലായ്പ്പോഴും കാത്തു സൂക്ഷിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. അത് പരിശുദ്ധാത്മാവിൽ കൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഒരു മൂടുപടമില്ലാതെ എല്ലായ്പ്പോഴും ദൈവത്തിന് മുമ്പാകെ ജീവിക്കുക. എൻ്റെ കണ്ണിന് മുമ്പിൽ എനിക്ക് കർത്താവിനെ വ്യക്തമായിട്ട് കാണാം. ഒരു നല്ല മനസ്സാക്ഷിയോട് എനിക്ക് എൻ്റെ പിതാവിനോട് സംസാരിക്കാം. ഇത് നമുക്കെങ്ങനെ സാധിക്കും? എപ്പോഴെങ്കിലും എനിക്ക് മനസ്സിലാകുകയാണ്, എൻ്റെ ചിന്തയിൽ ഞാൻ തെറ്റിപ്പോയിരിക്കുന്നു. എൻ്റെ വാക്കിലോ പ്രവൃത്തിയിലോ മറ്റുള്ളവരോടുള്ള മനോഭാവത്തിലോ എൻ്റെ ലക്ഷ്യത്തിൽ പെട്ടെന്ന് തന്നെ ഞാൻ പറയും, കർത്താവേ, ഞാൻ തെറ്റിപ്പോയി, ക്ഷമിക്കണം. ഞാൻ ഇപ്പം തന്നെ ആ വ്യക്തിയുടെ അടുക്കിലേക്ക് പോകും. ഞാൻ ചെയ്ത് ക്ഷമിക്കണമെന്ന് അവനോട് പറയും. ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ആയിരിക്കരുത് നിങ്ങളുടെ പാവം നിങ്ങൾ ഏറ്റു പറയേണ്ടത്. നിന്നെ ഞാൻ മുറിപ്പെടുത്തിയെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അത് എനിക്ക് തോന്നുന്നില്ല ഞാൻ നിന്നെ മുറിപ്പെടുത്തിയത്. ഞാൻ നിന്നെ മുറിപ്പെടുത്തിയെന്ന് ഭോഷനായി നീ വിശ്വസിക്കുന്നതിൽ എന്നോട് ക്ഷമിക്കുക. അത് നീ അവനെ അപമാനിക്കുകയാണ്. സത്യസന്ധനായിട്ട് പറയുക, ക്ഷമിക്കണം, ഞാൻ പാപം ചെയ്തു പോയി.
അത് ഭാര്യയോടോ ഭർത്താവിനോടോ ആരോട് തന്നെ ആയാലും. നിങ്ങളുടെ മനസാക്ഷി ശുദ്ധമായി സൂക്ഷിക്കുക. എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, വർഷം കഴിയുന്നതനുസരിച്ച് നിങ്ങൾ കൂടുതൽ ക്രിസ്തുവിനെ പോലെ ആകുന്നില്ലെങ്കിൽ അതിന് ഒരു ഉത്തരമേ ഉള്ളൂ. ദയവായിട്ട് കേൾക്കുക. നീ നിന്റെ മനസാക്ഷി എപ്പോഴും ശുദ്ധമായി സൂക്ഷിക്കുന്നവനല്ല. അവിടെ ഒരു മൂടുപടമുണ്ട്. യേശുവിൻ്റെ തേജസ് നിങ്ങൾ കാണുന്നില്ലെങ്കിൽ അവനെ പോലെ ആകാൻ കഴിയില്ല. ഈ ലഘുകാര്യം നിങ്ങൾ ചെയ്യുക. ഇത് മാത്രമല്ല, ഇതുപോലെ പല കാര്യമുണ്ട്. അതിലൊരു ചെറിയ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോസ്തല പ്രവൃത്തി നാം വായിച്ച പോലെ നല്ല മനസാക്ഷി തുടങ്ങുക. ഞാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ഞാൻ അതിന് ശ്രമിക്കുന്ന ആളാണെന്ന്? ഉന്നത വിദ്യാഭ്യാസത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എൻട്രൻസിന് പഠിക്കാൻ പോകുമ്പം നിങ്ങൾ അവരോട് പറയില്ലേ, നിന്റെ പരമാവധി നീ പരിശ്രമിക്കാനായിട്ട്. വെറുതെ കടന്ന് വിശ്രമിക്കരുത്, കഠിനമായിട്ട് അതിനായിട്ട് അധ്വാനിക്കണം. ഇതുപോലെ നല്ല മനസാക്ഷിക്കായിട്ട് എന്താ ശ്രമിക്കാത്തത്? ലോകപ്രകാരമുള്ള ഒരു ഉയർച്ചയാണോ നിങ്ങൾ വാസ്തവത്തിൽ ആഗ്രഹിക്കുന്നത്, അതോ യേശുവിനെ പോലെ ആകുന്നതാണോ? ഇത് നമുക്ക് തന്നെയുള്ള ഒരു പരിശോധനയാണ്. കർത്താവെ, എനിക്ക് അങ്ങേപ്പോലെ ആകുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് അങ്ങേപ്പോലെ ആകണം. അതിന് ഞാൻ എന്നെ തന്നെ നിർമ്മലീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങേപ്പോലെ ഞാൻ ആകുന്നത് വരെ. അവൻ വരുമ്പം അതത്ര ആശ്ചര്യകരമായിരിക്കും.